ഹായ് ഓൾ, ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ആംഫിഡേറ്റഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഒരു ഫാമിലി എങ്ങനെ ഒരു ഗോൾ ബേസ്ഡ് SIP ആരംഭിച്ചു എന്നുള്ളതാണ്. നമുക്കിത് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം എന്നുള്ളതാണ്. ഒരു അച്ഛൻ, അമ്മ, അവരുടെ രണ്ട് കുട്ടികൾ അടങ്ങുന്ന ഒരു ഫാമിലി. ഇവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഗോൾ എന്ന് വെച്ചാൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതോടൊപ്പം തന്നെ റിട്ടയർമെന്റ് പ്ലാൻ, വെൽത്ത് ക്രിയേഷൻ എന്നുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം വെച്ചാല് എത്ര എമൗണ്ട് അവര് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു വ്യക്തത ഇല്ലെന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇവർ ചെയ്ത സ്റ്റെപ്പ് എന്ന് വെച്ചാല് ഒരു ഗോള് സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓരോ ഫിനാൻഷ്യൽ ഗോളിനും അവര് എമൗണ്ട് നിശ്ചയിച്ചു, അതോടൊപ്പം തന്നെ ടൈം പീരീഡ് നിശ്ചയിച്ചു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി, ചൈൽഡ് എഡ്യൂക്കേഷന് വേണ്ടി അവരൊരു 15 ഇയേഴ്സ് കൊടുത്തു, റിട്ടയർമെന്റിന് വേണ്ടി അവർ 20 ഇയേഴ്സ് കൊടുത്തു എന്നുള്ളതാണ്. അതിന് അവരൊരു എമൗണ്ടും ഫിക്സ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇന്ന് ഒരു കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒരു 10 ലക്ഷം രൂപ വേണമെങ്കിൽ 10% ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 40 ലാക്സ് അടുത്ത് വേണ്ടി വരും 15 വർഷത്തിന് ശേഷം. അതുകൊണ്ട് റിട്ടയർമെന്റിനും അവർ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് ഒരു 1 CR 1 crore ആണ് എക്സാമ്പിൾ പറയും. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ഫാമിലി എടുത്തത് മന്ത്ലി SIP എമൗണ്ട് തീരുമാനിച്ചു എന്നുള്ളതാണ്. മന്ത്ലി SIP എമൗണ്ട് ഇവിടെ നമുക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് വെച്ചാൽ 40 ലാക്സ് ആണ്. ഇത് ഏകദേശം ഒരു 12% റിട്ടേൺ നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8,000 SIP മന്ത്ലി ചെയ്യുവാണെങ്കിൽ 15 വർഷം കൊണ്ട് നമുക്ക് ഈ 40 ലാക്സിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഇതേപോലെ റിട്ടയർമെന്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് അവര് 1 crore ആണ്. ഇവിടെ നമുക്ക് ഉള്ള ടൈം എന്ന് വെച്ചാൽ 20 വർഷമാണ്. 20 വർഷത്തില് അവര് ഒരു 10,000 വെച്ചിട്ട് ഇതേപോലെ 12% റിട്ടേണിലാണെങ്കിൽ 1 crore എത്താൻ സാധിക്കും. അപ്പൊ ടോട്ടൽ എമൗണ്ട് അവര് മന്ത്ലി SIP എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു 18,000 രൂപ. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഈ ഫാമിലി എടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാല് ഓരോ വർഷവും ഈ SIP സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. കാരണം നമ്മുടെ വരുമാനം ഓരോ വർഷം കൂടുന്നതനുസരിച്ച് SIP എമൗണ്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10,000 രൂപ SIP ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വർഷം ഒരു 10% SIP ഓരോ വർഷവും കൂട്ടുവാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് വളരെ വേഗത്തിൽ അത് അടുത്തെത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. നാലാമത് ഈ ഫാമിലി എടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാല് മാർക്കറ്റ് താഴ്ന്നപ്പോൾ SIP നിർത്തിയില്ലെന്നതാണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ഗോൾ ബേസ്ഡ് SIP ആണ്. ഇവർക്ക് ഗോൾ ബേസ്ഡ് SIP ആയതുകൊണ്ട് മാത്രം അവര് ഡിസിപ്ലിൻ കൊടുക്കാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. കാരണം നമ്മൾ എന്ത് മാർക്കറ്റിലെ ഒരു വോൾട്ടാറ്റ് അല്ലെങ്കിൽ പാനിക് സിറ്റുവേഷൻ വന്നപ്പോഴും ഇവര് SIP നിർത്താതെ ഇവര് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഡിസിപ്ലിൻ ആണ് അവരെ കൂടുതൽ ആ ഗോളിലേക്ക് അടുപ്പിക്കുന്ന മെയിൻ ഒരു ഫാക്ടർ. നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടതും ഡിസിപ്ലിൻ തന്നെയാണെന്നുള്ളതാണ്. അഞ്ചാമത്തത് അവര് ഇയർലി റിവ്യൂ ചെയ്തു എന്നുള്ളതാണ്. അവര് എമൗണ്ട്, അതോടൊപ്പം തന്നെ ആ പോർട്ട്ഫോളിയോ, പെർഫോമൻസ്, ഇൻവെസ്റ്റ്മെന്റിന്റെ ഇതെല്ലാം ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ അവര് റിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ ചെയ്യാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ കേസ് സ്റ്റഡി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ SIP ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഗോളിന് ടൈം പീരീഡ് കൊടുക്കുക. മൂന്നാമത്തത് അതിന് എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്യുക. മൂന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, നമ്മുടെ വരുമാനക്കൂറനുസരിച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾസ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ചുള്ള ഒരു മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുക. അത് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്ത് പാഷനോട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഗോള് സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഫിനാൻഷ്യൽ ഗോളും അതോടൊപ്പം തന്നെ അച്ചീവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ആശംസിക്കുന്നു. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യുന്നതിനോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.